ആഭ്യന്തര വകുപ്പിനെ വട്ടം കറക്കിയ CPM ക്രിമിനൽ അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞത് പോലീസിന്റെ മൂക്കിന് താഴെ. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് ആയങ്കി ഒളിവിലിരുന്നത്. ആയങ്കിയെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലെത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ ഇടപെടലാണ് അറസ്റ്റിൽ നിർണായകമായത്. പോലീസ് നടപടിയുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ സഹോദരനെ നടക്കാവ് പോലീസും കസ്റ്റഡിയിൽ എടുത്തു. വിശദാംശങ്ങൾ നൽകാൻ മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് നിന്ന് രമ്യാദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം കണ്ണൂരിലേക്കാണ് പോകുന്നത്. മിഥുൻ, കേരള പോലീസിന് മൂക്കിന് താഴെ ഒരു ലോഡ്ജിലിരുന്നിട്ടാണ് അർജുൻ ആയങ്കി ഈ രീതിയിൽ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ചത്. അപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കാനുള്ള അവകാശമൊന്നും കേരള പോലീസിനില്ല. അങ്ങനെ വേണ്ടേ കണക്കാക്കാൻ? തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി അർജുൻ ആയങ്കി കണ്ണൂരിലുണ്ട്. 5-ം തീയതിയാണ് എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി യാത്ര തിരിച്ചത്. തുടർന്ന് കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിൽ 2 ദിവസം തളിപ്പറമ്പിൽ DYSP ഓഫീസിന് സമീപത്തുമുള്ളൊരു ബാറിലാണ് ഇയാൾ താമസിച്ചിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അവിടെ 2 ദിവസം താമസിച്ചു. അതിനുശേഷം ഒരു കാറിൽ, ഒരു ചുവന്ന നെക്സൺ കാറിൽ കണ്ണൂരിലെ ഒരു അഭിഭാഷകയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതാകട്ടെ ഇന്നലെ വൈകിട്ട് 3:45 കൂടിയാണ് എത്തുന്നത്. അത് CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. തുടർന്ന് ഇയാൾ ഈ കാറിൽ പോകുന്നത് കണ്ടു എന്നൊരു സംശയം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിനെ അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 ഈ പോലീസ് സംഘം ഈ അഭിഭാഷകരുടെ വീട്ടിലെത്തുന്നു. 2:45 തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇയാളെ പിടികൂടിക്കൊണ്ട് നേരെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. DIG അടക്കമുള്ള സംഘം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2 പോലീസ് വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 പോലീസ് വാഹനങ്ങളിൽ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴടക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ അർജുൻ ആയങ്കി ഉള്ളത് സൈബർ ക്രൈം ഓഫീസിലാണ്. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അസഭ്യം പറഞ്ഞു അല്ലെങ്കിൽ മോശമായി പറഞ്ഞു എന്നൊരു കേസാണ് നിലവിൽ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം എടുത്ത കേസ് ജാമ്യം കിട്ടാവുന്നതാണെങ്കിൽ പോലും അറസ്റ്റിന് ശേഷം ചില ജാമ്യം ലഭിക്കാത്ത ചില വകുപ്പുകൾ കൂടി ഇതിനൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എറണാകുളത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരും കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ അർജുൻ ആയങ്കിയെ ഹാജരാക്കും. അതിനുശേഷം ഒന്നുകിൽ ഇവിടെ റിമാൻഡ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ആവും, അല്ലെങ്കിൽ ഈ മൂവാറ്റുപുഴ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അർജുൻ ആയങ്കിയെ കൈമാറുന്നൊരു നിലയായിരിക്കും ഉണ്ടാവുക. ഏതായാലും പോലീസിന് മുക്കിന് തുമ്പിലാണ് ഇയാൾ ഇത്രയും ദിവസം ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. കാരണം അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് കണ്ണൂരാണ് ഏറ്റവും സേഫായ സ്ഥലമെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. പാർട്ടിപരമായും സൗഹൃദപരമായും ഒരുപാട് ബന്ധങ്ങളുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ. മുൻപ് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടാൻ വ്യാപകമായി തെരച്ചിൽ നടത്തിയ സമയത്ത് പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്ത് CPMന്റെ ശക്തി കേന്ദ്രമായ പെരിങ്ങോത്ത് വെച്ചാണ് ഇയാൾ പിടിയിലാവുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഇവിടെ ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അറസ്റ്റ് ഭയന്ന് എറണാകുളത്ത് നിന്ന് അർജുൻ ആയങ്കി കണ്ണൂരിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ കൈമാറും. ഏതായാലും കുറേ ദിവസങ്ങളായി സംസ്ഥാന പോലീസിനെ വട്ടം കറക്കിയ ഒരു ക്രിമിനലിനെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വലിയ തലവേദന തന്നെയാണ് അർജുൻ ആയങ്കി സൃഷ്ടിച്ചത്. ഇത്രയും ദിവസമായിട്ടും പോലീസിന് അയാളെ പിടികൂടാൻ സാധിച്ചില്ല. അയാൾ പുറത്തു വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും അയാൾ പറയുന്ന കാര്യങ്ങളും മാത്രം കണ്ടുകൊണ്ടിരുന്നൊരു സമൂഹമാണ് നമ്മൾക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇയാളെ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയൊന്ന് രഹസ്യ വിവരം ലഭിക്കുന്നു. തൊട്ടു പിന്നാലെ ഇത് നിർണായകമായൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ്. ഇയാൾ ഈ വീട്ടിലേക്ക്, അതായത് അഭിഭാഷകയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു എന്നാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത്. അദ്ദേഹം ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ ഈ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തത്. ഗൗതം, ഓക്കെ മിഥുൻ, ഞാൻ ജിജീഷിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ജിജീഷ്, ഈ അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം. മാത്രമല്ല ഇയാൾ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോകുകയും അവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ വിമാനമാർഗ്ഗമൊന്നും അല്ല എന്തായാലും പോയേക്കുന്നത്, കാർ മാർഗം തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. അതിനുശേഷം ഒരു ലോഡ്ജിലിരുന്ന് കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നിഷ്ക്രിയമാണ് സംസ്ഥാനത്തെ സിസ്റ്റം എന്ന് വേണ്ട ഇതിലൂടെ മനസ്സിലാക്കാൻ ജിജീഷ്.
ഗൗതം, ഈ അർജുൻ ആയങ്കി ഒളിവിൽ പോയപ്പോൾ മുതൽ പോലീസിനെ നിരന്തരം വെല്ലുവിളിച്ചപ്പോൾ മുതൽ പിന്നാലെയുള്ള പോലീസിന്റെ ഓട്ടവും കണ്ടെത്താൻ കഴിയാത്ത ആ ദിവസങ്ങളുമെല്ലാം പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകിൽ പോലീസ്, കേരള പോലീസ് ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു പ്രത്യേകതകളുമില്ല, കഴിവുകളും ഉള്ളതല്ല ഇത്തരം പ്രതികളെ പിടിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന്, കൃത്യമായ വിവരങ്ങൾ പോലീസിൽ നിന്ന് തന്നെ ചോരുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം തളിപ്പറമ്പിൽ അർജുൻ ആയങ്കി എത്തിയെന്ന വിവരം ലഭിച്ചു. അതിനു മുമ്പ് തന്നെ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സംഘമെന്ന് കൃത്യമായ വിവരം അർജുൻ ആയങ്കിക്ക് നൽകാൻ ആളുകളുണ്ട്. പിന്നീട് പയ്യന്നൂരിലേക്ക് പോകുന്നു. എറണാകുളത്ത് നിന്നാണെങ്കിൽ എറണാകുളത്ത് നിന്ന് രക്ഷപ്പെട്ട് തൃശ്ശൂരിലേക്ക് കടക്കുന്ന ഓരോ ഘട്ടത്തിലും, കാരണം പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. വലിയ സംഘം ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന നടത്തി എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ മാസ്ക് പോലും ഇല്ലാതെ അർജുൻ ആയങ്കി എന്ന കൊടും ക്രിമിനൽ, CPM-ന്റെ ക്രിമിനൽ സംഘങ്ങളിലെ പ്രധാനിയായിട്ടുള്ള അർജുൻ ആയങ്കി ഇത്തരത്തിൽ ഓരോ ജില്ലകളും കടന്നു പോയിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കും മലപ്പുറത്തേക്കും കോഴിക്കോടും എല്ലാം തന്നെ കണ്ണൂരിലേക്കും എല്ലാം എത്തുന്നത്. ഈ ഭാഗങ്ങളിലൊന്നും കടന്നു പോകുമ്പോൾ പോലീസിന് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ പോലും ഉച്ചയോടുകൂടിയാണ് എത്തിയതെന്ന് പറയുന്നു. അത്രയും സമയം പോലീസിന് ഏറ്റവും ഊർജിതമായ പരിശോധനകൾ നടത്തുന്നു. അരിച്ചുപെറുക്കിയുള്ള പരിശോധന നടത്തിയെന്ന് പറയുമ്പോൾ അതവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഴിവ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ പ്രതിയെ തിരിച്ചറിഞ്ഞ, അർജുൻ ആയങ്കിയെ തിരിച്ചറിഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അർജുൻ ആയങ്കി എന്ന ക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ഒരു രഹസ്യ വിവരം കിട്ടിയില്ല എങ്കിൽ ഇന്നും അർജുൻ ആയങ്കിയെ തിരഞ്ഞു നടക്കുന്ന ഒരു പോലീസിനെ തന്നെയായിരിക്കും കാണാൻ കഴിയുക. തങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്നെല്ലാമുള്ള അവകാശവാദങ്ങൾ കമ്മീഷൻ അടക്കം ഉയർത്തുന്ന അതേ ഘട്ടത്തിൽ DIG അടക്കം അത്തരം അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ എവിടെയാണ് അർജുൻ ആയങ്കി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങിയത്? എങ്ങനെയാണ് അർജുൻ ആയങ്കിക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത്? എന്തുകൊണ്ട് അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിവിൽ പാർപ്പിക്കാൻ അതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ കാർ മാർഗമൊക്കെ ഈ കൊടും ക്രിമിനൽ സഞ്ചരിച്ചിട്ട് പോലും കേരള പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. കോഴിക്കോട് നിന്ന് രമ്യ ദാസ് കൂടി വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. രമ്യ, ഈ അർജുൻ ആയങ്കിയുടെ സഹോദരനാണ് ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള ഫോട്ടോസും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെല്ലുവിളികളൊക്കെ പോസ്റ്റ് ചെയ്തത് എന്നാണല്ലോ പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ സഹോദരനെ പിടികൂടിയിരിക്കുന്നത്? ഗൗതം, ഇന്ന് രാവിലെയാണ് നടക്കാവ് പോലീസ് അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അജയെ പിടികൂടിയത്. അതായത് നടക്കാവിലുള്ള ബ്ലിങ്കിസ്റ്റ് എന്ന സ്ഥാപനത്തിന് മുൻവശത്തുണ്ടെന്നുള്ള കൃത്യമായ പോലീസിന് വിവരം കിട്ടിയതോടെയാണ് അവിടെ എത്തി പോലീസ് ഇയാളെ പിടികൂടുന്നത്. നിലവിൽ ഇയാളുമായി ബന്ധപ്പെട്ട് അതായത് ഈ അർജുൻ ആയങ്കിയുമായി ചേർന്ന് അർജുൻ ആയങ്കിയുടെ പേരിൽ അക്കൗണ്ട് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി ക്ലൗഡ് ഫണ്ടിംഗ് നടത്തി ഫണ്ട് ശേഖരിച്ച് ഒഴിവിൽ കഴിയാൻ സഹായിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് ഇയാളെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ QR കോഡ് ഉൾപ്പെടെ, അതായത് പണം സ്വരൂപിക്കാൻ QR കോഡ് ഉൾപ്പെടെ നിർമ്മിച്ചു നൽകിയത് അജയ് ആണെന്ന് പോലീസിന് വ്യക്തമായതോടുകൂടിയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ കോഴിക്കോട് നടക്കാവ് പരിസരത്തുള്ള ബ്ലിങ്കിസ്റ്റ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ നിന്നും അജയിനെ, അതായത് അർജുൻ്റെ സഹോദരനായിട്ടുള്ള അജയ് ഇന്ന് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR ഇട്ട് നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഓക്കെ രമ്യ, എന്തായാലും കോഴിക്കോട് നിന്ന് അർജുൻ ആയങ്കിയുടെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ അപ്പോഴും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ഇയാൾ ഒരു ലോഡ്ജിലും മറ്റും ഇരുന്നു കൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയെയും മറ്റും വെല്ലുവിളിച്ചത്. ഒരുപക്ഷെ ഈ ഓട്ടോ ഡ്രൈവറുടെ നിർണായകമായ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോഴും ഈ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയില്ലായിരുന്നു എന്നതാണ്